ഹോട്ട് ആൻഡ് ടോക്ക് ചർച്ചയിലേക്ക് കടക്കുകയാണ്. ആഗോള മതപരിവർത്തനത്തിന്റെ നാൾ വഴികൾ എന്ന പേരിലാണ് മതപരിവർത്തനത്തിലെ ക്രൈസ്തവ ഇടപെടലുകൾ ചൂണ്ടിക്കാട്ടിയുള്ള ലേഖനം ഇന്ന് RSS മുഖവാരിക കേസരിയിൽ പ്രസിദ്ധീകരിച്ചത്. പ്രധാന പരാമർശങ്ങൾ ഇവയാണ്. മതസ്പർദ്ധയ്ക്ക് ഈ മിഷണറിമാർ ശ്രമം നടത്തുന്നു. സായുധ ഭീകരവാദത്തിലേക്ക് ആളുകളെ മിഷണറിമാർ നയിക്കുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഭരണത്തിന് തുടർച്ച സംഭവിക്കാതിരിക്കാൻ ക്രൈസ്തവ മത നേതൃത്വം അവിശുദ്ധ സഖ്യത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നു. വൈദികരും കന്യാസ്ത്രീകളും മതപരിവർത്തനം നടത്തുന്നവരാണ്. നിയമം അട്ടിമറിക്കാൻ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉപയോഗിക്കുന്നു. ചെന്ന് കയറിയ സ്ഥലങ്ങളിലെല്ലാം സംസ്കാരങ്ങൾ നശിപ്പിക്കുന്നു. ഘർ വാപ്പസി തടയുന്നു. മുസ്ലിങ്ങൾ ആക്രമിച്ച് നേടുമ്പോൾ ക്രൈസ്തവർ കൗശലത്തോടെ കൈയടക്കുന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജു ആണ് ഈ ലേഖനം എഴുതിയത്. അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഒപ്പം കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റിയും ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ES ബിജുവിലേക്ക്. ES ബിജു, എന്താണ് ഇത്തരത്തിൽ ഒരു അധിക്ഷേപ പരാമർശങ്ങളൊക്കെയുള്ള ഒരു ലേഖനത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം എന്താണ്? എന്തൊക്കെയാണ് താങ്കൾ ഉന്നയിക്കുന്ന ഈ വാദങ്ങളുടെ തെളിവുകൾ? ആഗോള മതപരിവർത്തനത്തിൻ്റെ നാൾവഴികൾ എന്നത് ഒരു സമൂഹത്തെയും ആക്ഷേപിക്കാൻ നടത്തിയിട്ടുള്ളതല്ല. ക്രൈസ്തവ സമൂഹത്തിനെതിരല്ല, അല്ലെങ്കിൽ ക്രൈസ്തവ മതസമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന പിതാക്കന്മാർക്കെതിരെയോ അല്ലെങ്കിൽ മത നേതൃത്വത്തിനെതിരെയോ അല്ല. മതപരിവർത്തനത്തിൻ്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ മതപരിവർത്തനം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതേതൊക്കെ വിധത്തിൽ അത് സ്വാധീനം ചെലുത്തുന്നു, മതബോധം വളർത്താനും അല്ലെങ്കിൽ മതത്തിലേക്ക് ആളെ കൂട്ടുവാൻ വേണ്ടി മതപരിവർത്തനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നവർ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ മതസ്പർദ്ധ എത്രമാത്രം വളർത്തുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഞാൻ ഈ ലേഖനത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ താങ്കൾ കേരളത്തിലടക്കം അത് നടന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഈ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട് കേരളത്തിലടക്കം നടന്നിട്ടുണ്ട്. ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർക്കെതിരെ ഉള്ള പരാമർശങ്ങൾ പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷേ ക്രൈസ്തവർ എന്ന് തന്നെ പറയുന്നുണ്ട്. കൗശലത്തോടെ നേടുകയാണ് അവരുടെ അവകാശങ്ങൾ എന്നൊക്കെ കൃത്യമായി തന്നെ താങ്കൾ പറയുന്നുണ്ട്. 2019 എറണാകുളം സരോവരം ഹോട്ടലിൽ ഒരു ഹൈന്ദവ സംഘടനാ നേതാക്കളുടെ ഒരു ചർച്ച നടന്നു, സംവാദം. എറണാകുളത്ത് സരോവരം ഹോട്ടലിലാണ്. മാർ വർക്കി വിധേയത്തിൽ പിതാവ്, ആൻഡ്രൂസ് താഴത്ത് പിതാവ്, മാർ ക്ലെമ്മീസ് കത്തോലിക്ക ബാവ തിരുമേനി, അങ്ങനെ എല്ലാ സഭയുടെയും ഉന്നതരായിട്ടുള്ള പിതാക്കന്മാർ അവർ പങ്കെടുത്തു. ഹൈന്ദവ ആചാര്യന്മാർ പങ്കെടുത്തു. ചിദാനന്ദപുരി സ്വാമികൾ, അതുപോലെ മാതാ അമൃതാനന്ദമയി മഠം സ്വാമികൾ, ശിവഗിരി മഠത്തിൻ്റെ സ്വാമികൾ, വാഴൂർ തീർത്ഥപാദാശ്രമം മഠത്തിലെ സ്വാമികൾ, ഏറ്റവും മുതിർന്ന സന്യാസിവര്യന്മാർ, കേരളത്തിലെ മുതിർന്ന ഹൈന്ദവ സംഘടനാ നേതാക്കൾ, കുമ്മനം രാജശേഖരൻ, AR മോഹനൻ, അതുപോലെ നിരവധിയായിട്ടുള്ള സംഘടനകളുടെ ഈ സാഹചര്യത്തിൽ ഇത് പറയാനുള്ള സാഹചര്യം എന്താണ്? ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അധിക്ഷേപ പരാമർശങ്ങൾ ഈ ലേഖനത്തിൽ പറയാനുള്ള എൻ്റെ ലേഖനത്തിൽ അധിക്ഷേപ പരാമർശങ്ങളില്ല, സത്യമാണ് പറഞ്ഞിട്ടുള്ളത്. 2019 നടന്ന ചർച്ചയിൽ അന്ന് മാർ ക്ലെമ്മീസ് കത്തോലിക്കാവ് തിരുമനസും അതുപോലെ ചിദാനന്ദപുരി സ്വാമികളും അന്ന് മാധ്യമങ്ങളെ കണ്ട് ആ ചർച്ചയുടെ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്. ആ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്ക് പറയാം: മതപരിവർത്തനം ആശ്വാസ്യകരമല്ല, അതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല. അത്തരത്തിൽ പറയാനുണ്ടായ കാരണം ഒറീസയിലെ പശ്ചാത്തലത്തിൽ കേരളത്തിലും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പിന്നോക്ക പ്രദേശങ്ങളിൽ, വനവാസി മേഖലകളിൽ, അതുപോലെ കോളനികളിൽ എല്ലാം ദാരിദ്ര്യത്തെ മുതലാക്കി, പിന്നോക്കാവസ്ഥയെ മുതലാക്കി ഇവിടെ മതപരിവർത്തനം നടത്തുന്നു എന്ന് ഹൈന്ദവ സംഘടനകൾ അവകാശപ്പെടുകയും ഛത്തീസ്ഗഡിൽ നടന്നതും അത് തന്നെയാണ് എന്ന് താങ്കൾ പറയുകയാണ്. ഛത്തീസ്ഗഡിൽ നടന്നതും അതാണ് വ്യക്തമാകുന്നു. ഛത്തീസ്ഗഡിൽ നടക്കുന്നത്, ഒറീസയിൽ നടക്കുന്നത്, ജാർഖണ്ഡിൽ നടക്കുന്നത്, മിസോറാമിൽ നടക്കുന്നത്, ഇതെല്ലാം പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മറവിൽ സേവനത്തെ മറയാക്കി മതപരിവർത്തനം തന്നെയാണ് നടക്കുന്നത്. താങ്കൾ ഈ ലേഖനത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് നരേന്ദ്രമോദി സർക്കാരിനെ
ഒരു ഒറ്റ കാര്യം കൂടി, ഈ നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ ചില ഗ്രൂപ്പുകളുമായി അവിശുദ്ധ സഖ്യമുണ്ടാക്കി എന്നൊക്കെയാണ് ആരോപണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതേ സർക്കാരിൻ്റെ ആളുകളാണ് അവിടെ പോയി രക്ഷിച്ചിട്ട് പറയുന്നത് ഈ കന്യാസ്ത്രീകളൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളൊന്നും നമ്മുടെ ഇടയിലുള്ളവരല്ല എന്ന് പറയുന്നത് അവർ തന്നെയാണ്. അതേ സർക്കാരിൻ്റെ ആളുകൾ തന്നെ അവിടെ പോയത് കണ്ടു. ബി ജെ പിയുടെ നേതാക്കൾ, കേരളത്തിൽ നിന്നടക്കം ബി ജെ പിയുടെ നേതാക്കൾ പോയിട്ട് നിലപാട് പറയേണ്ടത് അവരാണെങ്കിലും ബി ജെ പിയുടെ നിലപാട്, അതായത് ബി ജെ പി ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് ശരിയല്ല. ബി ജെ പിയുടെ നിലപാട് പറയേണ്ടത് അവരാണെങ്കിലും ഞാൻ എൻ്റെ ലേഖനത്തിലെ പരാമർശത്തിൻ്റെ അടിസ്ഥാനം പറയാം. ഒന്ന്, വഖഫ് സ്വത്ത് വിഷയത്തിൽ ആദ്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദി ക്രൈസ്തവ സമൂഹത്തിന് പിന്തുണ കൊടുത്ത ഹിന്ദു ഐക്യവേദിയാണ്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് അവിടെ പോയി പിന്തുണ കൊടുത്തു. അതുപോലെ തന്നെ ജോസഫ് മാഷിനെ കൈവെട്ടിയ സമയത്ത്, ഇസ്ലാമിക മതഭീകരവാദികൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സമയത്ത് ആ മാഷിനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഇസ്ലാമിക മതതീവ്രവാദികൾ തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും അതിക്രമം നടത്തിയപ്പോൾ അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളെയും അവിടുത്തെ ക്രൈസ്തവരെയും സംരക്ഷിക്കാൻ ഹിന്ദു ഐക്യവേദിയും ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തൊടുപുഴയിൽ ഒറ്റ ക്രൈസ്തവ സ്ഥാപനം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ കേരളത്തിലുണ്ടോ ശ്രീ എസ് ബിജു? കേരളത്തിൽ അത്തരത്തിൽ ഒരു സാഹചര്യമൊക്കെ കേരളത്തിലുണ്ടോ? അത് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നോ? ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോ ഒരു പാലാ ബിഷപ്പിന്റെ രുചീഷെ, പാലാ ബിഷപ്പിന്റെ അരമനയിലേക്ക് ഈരാറ്റുപേട്ടയിൽ നിന്ന് മതവെറിയന്മാര് കടന്നു കയറാൻ വന്നപ്പോ അവിടെ ഒരു സമൂഹത്തിൽ അത്തരം ആളുകൾ ഉണ്ടാകും. പക്ഷെ ഈ സമയത്ത് എന്തിനു വേണ്ടി ഒരു സമൂഹത്തെ പാലായിൽ ബിഷപ്പ് ഹൗസ് ഉണ്ടാകുമായിരുന്നില്ല. പാലായിൽ അങ്ങനൊരു ബിഷപ്പ് ഹൗസ് ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല. അതൊക്കെ താങ്കളുടെ വാദം മാത്രമാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യമൊന്നും കേരളത്തിൽ അന്നും ഉണ്ടായിരുന്നില്ല, ഇന്നും ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷം തുടരുക ES ബിജു. നമ്മോടൊപ്പം ഇപ്പോൾ കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി കൂടി ചേരുന്നുണ്ട്. അദ്ദേഹത്തിൽ കൂടി അഭിപ്രായം പറയാനുണ്ട് തോന്നുന്നു. കാരണം റിജിൽ ഈ ലേഖനം വായിച്ചിട്ടുണ്ടാകും. ഈ ലേഖനത്തിൽ പറഞ്ഞതൊന്നും അധിക്ഷേപ പരാമർശങ്ങളല്ല എന്നാണ് ശ്രീ ES ബിജുവിന് പറയാനുള്ളത്. രുചീഷ്, ഇപ്പോൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ രാജ്യത്തെമ്പാടും അവർ ശത്രുക്കളായി പ്രഖ്യാപിച്ച് വിവാദത്തിൽപ്പെട്ടവരാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് ക്രിസ്ത്യാനികളെ വോട്ട് വാങ്ങുന്നതിന് വേണ്ടി ഇവരെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പുള്ളിക്ക് എത്ര പെയിൻ്റ് അടിച്ചാലും ആ പുള്ളി മാറില്ല എന്നുള്ളത് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങേ ഭാഗത്തുനിന്ന് കേക്കുമായും അതോടെ വൈനുമായും അതോടൊപ്പം തന്നെ കുരുത്തോലിയൊക്കെ ആയി ഇവർ മലയാറ്റൂർ പള്ളിയും അതോടൊപ്പം ക്രിസ്തീയ വീടുകളും അരമനകളും ഒക്കെ കയറി ഇറങ്ങുമ്പോൾ യഥാർത്ഥ മുഖമാണ് ഇന്ന് ഈ കേസരിയിലൂടെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് എഴുതി ചേർത്തുള്ളത്. അത് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ അതിശയ പരാമർശമല്ല ഇല്ല എന്ന്. ആ ലേഖനം വായിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം ആരാണ് പ്രതിസ്ഥാനത്ത്, ഏത് മതത്തെയാണ് പ്രതിസ്ഥാനത്താക്കി ചേർത്തുള്ളത്. അത് ക്രിസ്തു മതത്തെയാണ്. രാജ്യത്തെമ്പാട് ഈ മതത്തിൽപ്പെട്ട ആളുകൾ മതപരിവർത്തനം നടത്തുന്നു, നരേന്ദ്രമോദിയുടെ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ കേവലം 2% മാത്രമുള്ള ഈ ക്രിസ്ത്യാനികൾക്ക് എങ്ങനെയാണ് ഈ രാജ്യത്തെ ഒരു സംഘപരിവാരത്തിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ശത്രുക്കളായി പ്രഖ്യാപിച്ച് ഈ നാട്ടിനകത്തെ ഒരു മതവിഭാഗത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ശ്രമത്തിൻ്റെ ഭാഗമായി ഇവർ പ്രഖ്യാപിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൽ രാജ്യത്ത് തന്നെ കഴിഞ്ഞ ഒരു വർഷം 834 ക്രിസ്തീയ മതവിശ്വാസികൾക്ക് നേരെ, പള്ളികൾക്ക് നേരെ, അതുമായി ബന്ധപ്പെട്ടിട്ട സ്ഥാപനങ്ങൾക്കെതിരെ ആക്രമണം നടന്നു വന്നതിൻ്റെ കണക്ക് പുറത്തു വരികയാണ്. ഒരു വർഷത്തെ കണക്കാണ്. അപ്പോൾ ക്രിസ്മസ് നടക്കുമ്പോഴും അതോടൊപ്പം തന്നെ നമ്മുടെ പെസഹവ്യാഴം നടക്കുമ്പോഴും ദുഃഖവെള്ളി നടക്കുന്ന ക്രിസ്തീയ മതവിശ്വാസികൾ പ്രധാനപ്പെട്ട പുണ്യദിനങ്ങളിലെല്ലാം തന്നെ ഉത്തരേന്ത്യയിൽ വ്യാപകമായി ക്രിസ്തവർക്ക് നേരെ ആക്രമണം നടത്തുന്നു. നമുക്കറിയാം ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട നൊച്ചാഡോ എന്ന് പറയുന്ന അവിടുത്തെ ബിഷപ്പ് തന്നെ അവരുടെയൊക്കെ ലേഖനം പുറത്തു വന്നിരിക്കുന്നു. ആരാണ് പ്രതികൾ? ഈ സംഘപരിവാർ പറയുന്ന ഹിന്ദു ഐക്യവേദിയും അതോടെ ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികളാണ് ഇത്തരം അക്രമങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. എന്നിട്ട് ഇവർ പറയാൻ ഞങ്ങളാണ് ന്യൂനപക്ഷങ്ങളെ, ക്രിസ്തീയ മതവിശ്വാസികളെ സംരക്ഷിക്കുന്നതെന്ന്. നമ്മൾ ഛത്തീസ്ഗഡ് കണ്ട കാര്യമല്ലേ? ഛത്തീസ്ഗഡിലെ കേരളത്തെ 2 മിഷണറി പ്രവർത്തനം നടത്തുന്ന ക്രിസ്തീയ മതവിശ്വാസികളായ അവരുടെ സിസ്റ്റർമാരെയല്ലേ ഒരു തെറ്റും ചെയ്യാതെ അവരെ ആൾക്കൂട്ട വിചാരണ നടത്തി ഏറ്റവും ഭീകരമായി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജയിലിലടച്ചപ്പോഴാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് അവിടെ പോവുകയും BJP നേതാക്കന്മാർ പറഞ്ഞു അത് ഞങ്ങൾ അതിനകത്ത് പങ്കില്ല, BJPക്ക് പങ്കില്ല, സർക്കാരിന് പങ്കില്ല എന്ന് പറഞ്ഞ് ഇവർ നടത്തിയിട്ടുള്ള ഒരുപാട് അഭ്യാസങ്ങൾ നമ്മൾ കണ്ടതല്ലേ. അവിടെ പോവുകയും ചർച്ച നടത്തുകയൊക്കെ ചെയ്തില്ല. പക്ഷേ അവിടുത്തെ സർക്കാർ എടുത്ത നിലപാട് എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഈ ക്രിസ്ത്യാനികളെ ഇവർക്ക് ആവശ്യം. കാരണം കേരളത്തിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമോ
അതിനെന്തെങ്കിലും കാര്യങ്ങൾ നടത്താൻ സാധിക്കൂ എന്നുള്ള തീരുമാനം എടുത്ത് മുമ്പോട്ട് പോവാണ്. പക്ഷേ അവരൊക്കെ അതിന് നേതൃത്വം കൊടുക്കുന്ന പിതാക്കന്മാരായ ആളുകളും അതോടൊപ്പം തന്നെ കാസ പോലുള്ള തീവ്ര ഈ വർഗീയത പറയുന്ന അല്ലെങ്കിൽ സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എതിരായി ഈ ശത്രുക്കൾ ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഇത്തരം ലേഖനങ്ങളിലൂടെ ഇവർ കാണിക്കുന്നത്, ഇവർ നാട്ടിൻ്റെ മുമ്പിൽ പറയുന്നത്, ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഒരു സമൂഹത്തിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ക്രിസ്തീയ മതവിശ്വാസികൾ ഇവർ ഭീകരവാദികളാണ് എന്ന് പറയുന്നു, ഇവർ രാജ്യദ്രോഹികളാണെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് പറയണം ഞാൻ അവർക്കെതിരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്നവരല്ലേ ഈ നാട്ടിലെ ആളുകൾ. കേസരി പോലെ RSSന്റെ ഒരു മുഖപത്രത്തിനകത്ത് ലേഖനം എഴുതണമെങ്കിൽ ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമില്ലല്ലോ. അപ്പോൾ അതിനകത്ത് വളരെ കൃത്യമായി ബോധപൂർവമാണ് ഇത്തരം ലേഖനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. കേരളത്തിൽ തന്നെ പല ക്രിസ്തീയ മതവിശ്വാസികൾക്ക് നേരെ അക്രമങ്ങളിലും സംഘപരിവാരത്തിൻ്റെ ആളുകൾ പ്രതികളായത് നമ്മുടെ മുമ്പിലില്ലേ. മദർ തെരേസയെ പോലെ ഏറ്റവും ബഹുമാനിക്കുന്ന, ലോകം ആരാധിക്കുന്ന അവരുടെ അവർക്കെതിരായി നിലപാട് സ്വീകരിച്ചതാരാ? RSSന്റെ സർസംഘചാലകല്ലേ ഈ നാട്ടിന് മുമ്പിലില്ല. അവർക്ക് കൊടുത്തിട്ടുള്ള ആദരവ് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞതാരാ? ഇവരൊക്കെയല്ലേ. അപ്പോൾ ആ നിലപാടിൽ തന്നെയാണ് ഈ പറയുന്ന സംഘപരിവാരവും RSSും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് RSSന്റെ മുഖപത്രത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ഇത്തരമൊരു ലേഖനം എഴുതണമെങ്കിൽ വളരെ കൃത്യമായി ബോധ്യത്തോടുകൂടി ഇവർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പോളറൈസേഷൻ്റെ ഭാഗമായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിന് വഴിപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ആ കാര്യങ്ങളെ ഉൾപ്പെടെ എഴുതിക്കൊണ്ട് ഇത് ഞങ്ങളുമായി ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴും ഇവരെ പിന്തുണക്കാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അക്രമങ്ങൾക്ക്, അല്ലെങ്കിൽ പണ്ട് മാർട്ടിനിയോ മുള്ളർ എന്ന് പറയുന്ന സാഹിത്യകാരൻ പറഞ്ഞതുപോലെ അവസാനം എന്നെ ആക്രമിക്കും ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് ഇവരുടെ അക്രമത്തിൽ പിന്നെ പ്രതികരിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മനസ്സിലാക്കും നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ES ബിജുവിൽ ഒരിക്കൽ കൂടി താങ്കളുടെ ലേഖനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് കേരളത്തിലെ മതപരിവർത്തന ശ്രമങ്ങൾ, അതിൽ താങ്കൾ തുടക്കത്തിൽ പറയുന്നു സമസ്ത സീമയും ലംഘിച്ച് അത് മുന്നേറുകയാണ് ഈ സാഹചര്യത്തിൽ. അത് താങ്കൾ നേരത്തെ പറഞ്ഞതൊക്കെ മുൻപ് സംസാരിച്ച വിഷയങ്ങളൊക്കെയാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ അങ്ങനെ പോകുന്നു. അതോടൊപ്പം ഈ ഗർഭാപ്പസി എന്ന് താങ്കൾ പേരെടുത്ത് ആ വാക്കല്ല ഉപയോഗിച്ചതെങ്കിൽ കൂടി തിരിച്ച് പരാവർത്തനത്തിലേക്ക് പോകാനുള്ള ശ്രമങ്ങളെ തടയുന്നു. ആരാണ് തടയുന്നത്? ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെ ശ്രമിക്കുമ്പോൾ ഇവിടെ ഏത് മതം തടയുന്നു? ഇവിടെ ആർക്കാണ് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ട ആളുകളൊക്കെ തടയാൻ മാത്രമുള്ള കരുത്തൊക്കെ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്കൊക്കെ ഇപ്പോൾ ഉണ്ടോ? 11 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം നിലവിലുണ്ട്. ആ മതപരിവർത്തന നിയമം നിലവിലുള്ളതുപോലെ കേരളത്തിലും മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരണം എന്നാവശ്യപ്പെടുമ്പോൾ അതിനെ എതിർക്കുകയും മതപരിവർത്തനം ചെയ്തു പോയവർ തെറ്റ് മനസ്സിലാക്കി അല്ലെങ്കിൽ ഞങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ പരാവർത്തനം ചെയ്തു വരുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നതും ഇരട്ടത്താപ്പല്ലേ? ഛത്തീസ്ഗഡിൻ്റെ കാര്യം റജിൽ മാക്കൂറ്റിൽ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ റെയിൽവേ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തതിന് കൃത്യമായ കാര്യം പറയുന്നു. മതപരിവർത്തനവും മനുഷ്യക്കടത്തുമാണ് ഉന്നയിച്ചത്. രാജ്യത്തെല്ലാവർക്കും ഒരേ നിയമമല്ലേ ഉള്ളൂ. ഛത്തീസ്ഗഡിൽ എന്താണ് സംഭവിച്ചത് താങ്കൾക്ക് വ്യക്തമായി അറിയാമോ? അവിടെ ചോദിച്ചപ്പോൾ ആ കൂടെയുള്ള കുട്ടികൾ സംസാരിച്ചിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടില്ല, അവരുടെ ബന്ധുക്കൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ 2 പേർക്ക് 2 മതത്തിൽപ്പെട്ട ആളുകൾക്ക് യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു ഛത്തീസ്ഗഡിൽ സംഭവിച്ചത്. അത് നിങ്ങൾ പുറത്തു നിന്ന് പറയുകയാണ് അത് അവർ മതം മാറിയവരല്ലേ എന്ന്. അത് മതം മാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു മനുഷ്യന്. നടന്ന ചർച്ചകളൊക്കെ ജൂലൈ 25 മുതൽ ആഗസ്റ്റ് 5 വരെയുള്ള വാർത്താ ചാനലുകൾ, നിങ്ങളെപ്പോലെയുള്ള വാർത്താ ചാനലുകൾ പുറത്തുവിട്ടതും അവിടുത്തെ നിജസ്ഥിതി മനസ്സിലാക്കി പുറത്തു വന്നതും കോടതിയിൽ കൊടുത്തുള്ള സത്യവാങ്മൂലത്തിനും പോലീസിന്റെ സത്യവാങ്മൂലത്തിലും എതിർകക്ഷികളുടെ സത്യവാങ്മൂലത്തിലും പോലീസിന് കേസെടുക്കാനുള്ള വകുപ്പുകൾ ഉണ്ട്. ഈ എന്തോ അല്ല, ഞാൻ പറഞ്ഞ കുടുംബത്തിന് ഞാൻ ഇപ്പോൾ മതം മാറാൻ തീരുമാനിക്കുകയാണ്, മതപരിവർത്തനത്തിനും മനുഷ്യക്കടത്തിനും എതിരെ അല്ല ഞാൻ പറഞ്ഞ ഒരു മനുഷ്യൻ ഇതിപ്പോ ഉദാഹരണത്തിന് ഞാൻ മതം മാറാൻ തീരുമാനിക്കുകയാണെന്ന് ഞാൻ തീരുമാനിച്ച പിന്നെ മതം മാറിക്കൂടെ? അത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. അത് ഇന്ത്യയിൽ നടപ്പാക്കാം. അതിലെന്താണ് പ്രശ്നം? അവർ മുൻപ് മറ്റൊരു മതത്തിലുള്ള ആളുകളാണ് എന്നത് കൊണ്ട് അവർക്ക് മറ്റൊരു മത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കൂടെ യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടത്, അല്ലേ? അതാണ് കണ്ടത്. അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ കുടുംബം പ്രതികരിച്ചതും ആ രീതിയിലാണ്. മതം മാറാം, രുജീഷിന് മതം മാറാം, വേറൊരാൾക്ക് മതം മാറാം, ആർക്കും മാറാം, റജിലിന് മതം മാറാം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നിർബന്ധിച്ച്, പ്രലോഭിപ്പിച്ച്, ഭീഷണിപ്പെടുത്തി
അല്ല എന്ന് അവിടെ ഉള്ളവർ പറയുകയാണ്, മാറ്റപ്പെട്ടവർ പറയുകയാണ് അങ്ങനെയല്ല, ഭീഷണിപ്പെടുത്തിയല്ല, ഞങ്ങൾ നിർബന്ധിച്ചല്ല എന്ന് അവർ പറയുകയാണ്. അതിൽ കൂടുതൽ എന്ത് വേണം? അത് മനസ്സിലാക്കിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അത് മനസ്സിലാക്കിയാണ് കേരളത്തിലെ BJP നേതൃത്വം അവിടത്തേക്ക് ഓടിയെത്തിയത്. അവരുടെ കയ്യിലെ വോട്ട് ബാങ്ക് ജാമ്യാപേക്ഷയിൽ ബാധിക്കപ്പെട്ട കുട്ടികൾ ആരുടെ കസ്റ്റഡിയിലായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ ആർക്കു വേണ്ടിയാണ് പറഞ്ഞത് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇതിന്റെ വലിയ ഒരു ഭീഷണിയാണ്, ഒരു തർക്കവുമില്ല ES ബിജു, ഇതൊരു വലിയ ഭീഷണിയാണ്. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞ ആ പരാമർശത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കാം. ഈ വോട്ട് ബാങ്കിന്റെ കാരണം അതും കൂടി താങ്കൾ പറയുന്നുണ്ട്. ഈ വോട്ട് ബാങ്കിന്റെ പേരിൽ തന്നെയാണ് ഇവിടെയുള്ള BJP നേതാക്കളൊക്കെ അവിടെ ഓടിയെത്തിയത്. അവരൊക്കെ പറഞ്ഞത് ഇതൊക്കെ ബജ്രംഗ് ദൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്, അവരുമായി നമുക്ക് വലിയ ബന്ധമൊന്നുമില്ല, യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു ഇവിടെയുള്ള BJP നേതാക്കൾ. ഇവിടെയുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം അവിടെ പോയി കണ്ടു. അതിനുശേഷം ഈ കന്യാസ്ത്രീകളെ നേരിട്ട് കണ്ടു. ആ രീതിയിൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള, നേരത്തെ റിജിൽ പറഞ്ഞ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷേ ആ ഉള്ളിലുള്ള ഒരു ആശയത്തിന് ഒരു മാറ്റവുമില്ല. കാരണം മുൻപ് വിചാരധാരയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3M എന്ന കാര്യത്തിന്, മിഷണറിയും മാർക്സിസ്റ്റും മുസ്ലിം ഒക്കെ. ആ വാദത്തിലൊന്നും ഒരു മാറ്റവുമില്ല. അവരാണ് ഇപ്പോഴും ആഭ്യന്തര ശത്രുക്കൾ എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. മതപരിവർത്തനം നിയമം മൂലം നിരോധിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹിന്ദു ഐക്യവേദി അല്ലെങ്കിൽ വ്യക്തിപരമായി എൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ നയമാണ്, യാതൊരു മാറ്റവുമില്ല. മതപരിവർത്തനം നിരോധിക്കപ്പെടണം. താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ പരാവർത്തനവും നടക്കരുതല്ലേ? മതപരിവർത്തനം നടത്തുന്നവർ അവർക്ക് മനംമാറ്റം ഉണ്ടാകുകയും അവർ ഇതര മതസമൂഹത്തെ ദൂഷിക്കപ്പെടുകയും അതുപോലെ അവരെ തെറ്റു പറയുകയും അവരുടെ മതത്തെ കടന്നാക്രമിക്കുകയും അതുപോലെ രാജ്യത്തിനെതിരെ പോലും പ്രവർത്തിക്കുന്ന സംഭവവികാസങ്ങൾ ഉണ്ടാകുകയാണ്. അത് നടപടിയെടുക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് പറ്റുന്നില്ലേ? അത് അവരുടെ കഴിവുകേടാണോ? അറിയാത്തത് കൊണ്ടാണ് ഈ രാജ്യത്തിനെതിരെ നടപടിയെടുക്കാൻ പറ്റുന്നില്ലേ? അങ്ങനെയുള്ളവർക്കെതിരെ എടുക്കുന്ന വളരെ കൃത്യമായി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ മാത്രം വിഷയങ്ങളുണ്ടാകുമ്പോൾ അവർക്കെതിരെ കേസെടുക്കരുത്, നിയമമൊന്നും പാലിക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ എന്തുമാകാമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അമൃതാനന്ദമയി, ഞാനതുകൊണ്ടാണ് മുമ്പ് സൂചിപ്പിച്ചത്, അമൃതാനന്ദമയി അമ്മയ്ക്കെതിരെ, ശങ്കരാചാര്യർക്കെതിരെ, ഹൈന്ദവ സംഘടനാ നേതാക്കൾക്കെതിരെ ഒക്കെ കേസെടുക്കുമ്പോൾ ഒരാളും മുറവിളി കൂട്ടുന്നില്ല. കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് വാദിക്കാൻ ഇടപെടേണ്ടി വരുന്നത്. ചിലത് നിയമത്തിനപ്പുറത്തേക്ക് ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് ഇടപെടേണ്ടി വരുന്നത്. ശ്രീ ES ബിജു, റിജിൽ മാക്കുറ്റി ഒരിക്കൽ കൂടി ചേരുകയാണ് എന്ന് കരുതുകയാണ്. റിജിൽ ഇത് പറയുകയാണ്, ഈ പറഞ്ഞ ഒരു കാര്യം താങ്കളെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, താങ്കളും റിജിൽ ഒരു മിനിറ്റ് ഒറ്റ കാര്യം, താങ്കളും റിജിൽ അതൊക്കെ സ്ഥാപിക്കാൻ, കോൺഗ്രസ് നേതാവും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഒറ്റ കാര്യമാണ്, ഞങ്ങൾ ക്രൈസ്തവ സമൂഹത്തിനെതിരാണെന്നാണ്. ക്രൈസ്തവ സമൂഹത്തിനെതിരാണ് എന്നുള്ള അഭിപ്രായം ഏതെങ്കിലും കേരളത്തിലെ പിതാക്കന്മാർക്കോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ തുറന്ന ചർച്ച നടത്തിയിട്ടുള്ള വിഷയമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവാഞ്ചലൈസേഷനെതിരാണ്, ക്രൈസ്തവവൽക്കരണത്തിനെതിരാണ്, കഴിഞ്ഞിരിക്കുന്നു. ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന സമൂഹമാണ്. അവരെ മാനസികമായി തരംതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട, അവരെ പിളർത്തി മാറ്റിക്കൊണ്ടു പോകാൻ ശ്രമിക്കേണ്ടതില്ല. ശ്രീ ES ബിജു, എനിക്കൊരു ശ്രമവുമില്ല. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ താങ്കളുടെ ലേഖനത്തിലെ വാക്കുകളാണ്. വേണമെങ്കിൽ ആ ലേഖനത്തിലെ വാക്കുകൾ എടുത്ത് പറയുന്നതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഭാരതത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം മത നേതൃത്വം ഹിന്ദുക്കളെ മതം മാറ്റാനുള്ള ശ്രമങ്ങൾ വളരെ കാലങ്ങളായി നടത്തി വരുന്നു. ലേഖനത്തിന്റെ കോപ്പി എന്റെ മുന്നിലുണ്ട്. അല്ലെ, താങ്കൾ തന്നെ എഴുതിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭാരതത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം മത നേതൃത്വം ഹിന്ദുക്കളെ മതം മാറ്റാനുള്ള ശ്രമം കാലങ്ങളായി നടത്തുന്നു. മുസ്ലിങ്ങൾ ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് മതപരിവർത്തനം നടത്തിയതെങ്കിൽ ക്രിസ്ത്യാനികൾ ലോകത്തെവിടെയും മതപരിവർത്തനം നടത്തിയത് കൗശലത്തോടെയാണ്. അത് കേരളത്തിലും നടത്തിയെന്ന് താങ്കൾ പറയുകയാണ്. അപ്പൊ പിന്നെ ചോദ്യം വരില്ലേ? സ്വാഭാവികമല്ലേ? രജിഷേ, 63% ഉണ്ടായിരുന്ന കേരളത്തിലെ ജനസംഖ്യ ഇന്ന് ഹിന്ദുക്കൾ എത്ര ശതമാനത്തിൽ നിൽക്കുന്നു? 52.6. 52.6-ൽ 5% ഈ കണക്കിൽപ്പെടാത്ത ക്രിസ്ത്യനും അതുപോലെ തന്നെ മുസ്ലിങ്ങളും ഉണ്ട്. അവർ ഹിന്ദുക്കളായി
ഹിന്ദുക്കളിൽ നിന്ന് മതം യെസ് മാറി ബിജു, ക്രൈസ്തവരും നമ്മുടെയൊക്കെ ഇസ്ലാമുമായിട്ട് കുടുംബങ്ങളിലുള്ള ഈ നിൽക്കുമ്പോഴും ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഹിന്ദുക്കളുടെ കുട്ടികളുടെ എണ്ണം അവകാശം കുറയ്ക്കാൻ നേടുന്നവരാണ്. തീരുമാനിച്ചതൊക്കെ 5%. ക്രിസ്ത്യാനികളുടെയും അപ്പോൾ മുസ്ലിങ്ങളുടെയും തലയിൽ കയറ്റി 5% വെക്കാൻ പറ്റുമോ? 47 ഉള്ളൂ. അതാ ചോദിച്ചത്, ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകൾ കുട്ടികളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഹിന്ദുക്കൾക്ക് ഇതരമായ മറ്റു മതക്കാരുടെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമുണ്ടോ? അത് അവർ തീരുമാനിച്ച കാര്യങ്ങളല്ലേ. വർഷങ്ങളായി രാജ്യമാകെ തന്നെ ജനസംഖ്യാ നിയന്ത്രണമൊക്കെ വന്നപ്പോൾ അത് ആ രീതിയിലല്ലേ കാണേണ്ടത്. അത് സ്വാഭാവികമല്ലേ, ചിലപ്പോൾ ശതമാനം കുറയും. അതിൽ ഇത്ര വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. നേരിയ കുറവ് ഈ വർഷത്തിൽ 30 വർഷത്തിനിടയിൽ ഉണ്ടായത് നേരിയ കുറവ്, അത് സ്വാഭാവികമാണ്. സ്വാഭാവികമായ ഒരു കണക്കിനെ ഈ തരത്തിൽ മതവിദ്വേഷത്തിന്റെ പേരിലേക്കൊക്കെ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് എത്രമാത്രം നമുക്കൊരു നിലനിൽക്കുന്ന ഒരു സംഘടനാ ഒരു സംവിധാനത്തിൽ എത്ര ഭൂഷണമാണ്. ക്രൈസ്തവ സമൂഹത്തിന്റെ എതിരെ നിങ്ങൾ ഇവിടെ ചോദിച്ച് ക്രൈസ്തവ സമൂഹത്തിനെതിരെ തന്നെ ആക്കി തീർക്കാൻ ശ്രമമാണ്. ഇത് ക്രൈസ്തവ സമൂഹത്തിനെതിരല്ല. ക്രൈസ്തവ സമൂഹത്തിന്റെ അവരുടെ ശതമാനം വലിയ തോതിൽ കേരളത്തിൽ കുറയാതിരിക്കാൻ കാരണം അവർ ജനസംഖ്യ നിയന്ത്രണം പാലിക്കുന്നതുകൊണ്ടാണ്, മതപരിവർത്തനം ചെയ്യാത്തതുകൊണ്ടല്ല. മറ്റ് പലതരത്തിലും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിൽ കൂടി പെടുന്ന കാര്യമാണ് ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞത്. എപ്പിസ്കോപ്പൽ ഇത് കേൾക്കണം. എപ്പിസ്കോപ്പൽ സഭകൾ അവർ മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ന്യൂ സഭകളാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് പറഞ്ഞത്. ന്യൂ സഭകൾ എന്നാണ് അവർ പറഞ്ഞത്, ഞങ്ങളല്ല, ഞങ്ങളത് ചെയ്യുന്നില്ല. എപ്പിസ്കോപ്പൽ സഭകൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പാരമ്പര്യ സഭകളാണ്. ആ പാരമ്പര്യ സഭകൾ ചെയ്യുന്നില്ല എന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് മതപരിവർത്തനം ആശാസ്യകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂ സഭകളാണ് ഇത് ചെയ്യുന്നത്, ഞങ്ങളിതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞത് മാർ ക്ലെമീസ് കത്തോലിക്ക ബാവ തിരുമനസാണ്. ഞാൻ ഇതിൽ താങ്കൾ തന്നെ ഈ ലേഖനത്തിൽ ഈ പറഞ്ഞ ഇതേ സഭകളിലുള്ള ആളുകൾ ആരോപണവിധരായ കേസുകളടക്കം ചൂണ്ടിക്കാട്ടി താങ്കൾ അതിൽ ഉദാഹരണങ്ങൾ ചിലത് പറഞ്ഞിട്ടുണ്ട്. അഭയുടെ കേസ് എടുത്തു പറഞ്ഞ്, ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസ് എടുത്തു പറഞ്ഞ്, ആ തരത്തിലൊക്കെ ആർക്കൊക്കെയാണ് ഇത് വെച്ചത് എന്ന് കൃത്യമായി വ്യക്തമാകുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ എസ് ബിജു താങ്കൾ പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ അല്ല ലേഖനം എഴുതിയത്, പക്ഷേ ഇത് രണ്ട് മതവിഭാഗങ്ങൾക്കെതിരെയും ഇതിൽ പരാമർശമുണ്ടെന്നുള്ളതാണ്. പ്രായങ്കോമിളക്കൽ പിതാവിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പോലീസ് കേസെടുത്താൽ അത് ക്രൈസ്തവ സമൂഹത്തിന് ആ അർത്ഥത്തിലൊന്നും ഇതിനെ കണ്ടിട്ടില്ല. ഒരു നിമിഷം കേസെടുത്താൽ അല്ലെങ്കിൽ പിണറായിയുടെ പോലീസാണ് കേസെടുക്കുന്നതെങ്കിൽ പിണറായി ക്രൈസ്തവർക്കെതിരാണെന്നാണോ? അല്ലല്ലോ. നിയമപരമായി ഏതെങ്കിലും നടപടി എടുക്കുന്നതിനൊന്നും ആരും ചോദ്യം ചെയ്തില്ല. പക്ഷേ ഒരു വേട്ടയാടൽ ഉണ്ടാകുമ്പോൾ, അതൊരു വേട്ടയാടൽ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇടപെടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പറയാൻ കാരണം ഇത് BJP വലിയ ആവേശത്തോടെ ഇടപെട്ടത് മുഴുവൻ BJP ആണ്. ഈ ഛത്തീസ്ഗഡിലടക്കം ആഗോള മതപരിവർത്തനത്തിന്റെ നാൾവഴികളാണ്. എവിടുന്നാണ് വന്നത്, എങ്ങനെയാണ് തുടങ്ങിയത്, ഇന്ന് എവിടെ നിൽക്കുന്നു, ഇതേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിൽ താങ്കൾ ഇപ്പോഴും പറയുന്നത് ഇവിടെ മതപരിവർത്തനം സമസ്ത സീമയും ലംഘിച്ച് മുന്നേറുകയാണെന്നാണ് പറഞ്ഞത്. അധിക്ഷേപം എന്ന വാക്ക് റിപ്പോർട്ടർ ചാനൽ ഒഴിവാക്കണം, ന്യൂസ് മലയാളം ഒഴിവാക്കണം. ഞാനൊരു അധിക്ഷേപവും പറഞ്ഞിട്ടില്ല, ചില സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരി, ഒരു നിമിഷം തുടരുക. സത്യം പറയുമ്പോൾ തുറന്നു പറയണമല്ലോ. തീർച്ചയായും താങ്കൾക്ക് അതിനുള്ള അവസരവുമുണ്ട്, കാരണം താങ്കൾക്ക് പറയാനുള്ള എല്ലാ സമയവും അവസരവുമുണ്ട്. റിജിൽ മാക്കുറ്റി ഒരിക്കൽ കൂടി ചേരുകയാണ്. റിജിൽ, ഈ പറഞ്ഞതൊന്നും അവർ നിഷേധിക്കുന്നില്ല, എല്ലാ വാക്കുകളും സത്യം മാത്രമാണ് എന്ന് തന്നെ പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സഭകൾ ഈ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഇത് രണ്ട് മതവിഭാഗങ്ങളിൽ, അത് മുസ്ലിം വിഭാഗത്തിലായാലും ക്രൈസ്തവ വിഭാഗത്തിലായാലും അത് എടുത്തു പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മതപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഒരു വിഭാഗം കൗശലത്തോടെ നടക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആക്രമണത്തോടെ നടത്തുകയാണ് കാലാകാലങ്ങളായി ചെയ്തു വരുന്നത്. അതിൽ മതപരിവർത്തനം എന്ന കാര്യം പൂർണ്ണമായും നിരോധിക്കണം എന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദിയുടെ അഭിപ്രായം. ഏതായാലും ഇവിടെ പറഞ്ഞത് നമുക്കറിയാം. പിന്നെ ഇവരുടെ ഒരു മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രഖ്യാപിതമായ നിലപാട് അത് തന്നെയാണ്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് 3 ശത്രുക്കൾ പെട്ടവരിൽ ആ ശത്രുക്കളെ എങ്ങനെയൊക്കെ തന്നെ രാജ്യത്തിനകത്തുനിന്ന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതിൻ്റെ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരായി പൗരത്വ നിയമവും അതുമായി ബന്ധപ്പെട്ടുള്ള കരിനിയമങ്ങളൊക്കെ തന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമങ്ങൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാണ്. മറുഭാഗത്ത് ക്രിസ്തീയ മതവിശ്വാസികളെ അവർ ഈ രൂപത്തിൽ, പ്രത്യേകിച്ച് പിന്നെ ഭരണകൂടം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് വലിയ രൂപത്തിൽ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒറീസയിൽ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ
ആ അക്രമങ്ങളൊക്കെ പെട്ടവരാരാ? ഇപ്പോൾ പറയുന്ന ആളുകൾ, ഇവിടെ പറയുന്ന റോമൻ കത്തോലിക്കുമായി ബന്ധപ്പെട്ട മതപുരോഹിതന്മാരുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് മതപുരോഹിതന്മാരെല്ലാവരും ഉണ്ട്. എന്നിട്ട് ഇവർ പറയുന്നത് പാരമ്പര്യമായി നിൽക്കുന്നവർ അങ്ങനെയാണ്, ഞങ്ങൾ ചെയ്യാറില്ല, പുതുതായി വന്നവരാണ് ചെയ്യുന്നതൊക്കെ പറയുന്നത് ആരെ പറ്റിക്കാനാണ്? നിങ്ങൾ ക്രിസ്ത്യാനികളെ കാണുന്നത്, അവരെ കാണുന്നത് നിങ്ങൾ ഈ ലേഖനത്തിൽ എഴുതിയതുപോലെ അവർ രാജ്യദ്രോഹികളാണ് എന്നുള്ളതാണ് നിങ്ങൾ കാണുന്നത്. അത് സംഘപരിവാർ കാണുന്നത് ആ കാണുന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഇയാൾ ലേഖനം ഇവിടെ എഴുതിയിട്ടുള്ളത്. സംശയമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ആ ലേഖനത്തിൽ എവിടെയും ആവർത്തി വായിക്കുമ്പോൾ അത് ക്രിസ്ത്യാനികൾക്ക് അനുകൂലമാണോ? ക്രിസ്ത്യാനികളെ വെള്ളപൂശുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ന്യായീകരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകൾ അതിനകത്തുണ്ടോ? ഇല്ലല്ലോ. അവിടെ അവർ പറയുന്ന, അവർ ഈ രാജ്യത്ത് കടന്നു വന്ന് അവർ കൗശലത്തോടുകൂടി ഈ നാട്ടിലെ പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളെ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നു, അതിൻ്റെ നാൾവഴികളിലൂടെയൊക്കെ ഉള്ള കള്ളക്കണക്കുകളൊക്കെ വെച്ചിട്ടുള്ള ലേഖനങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മതപരിവർത്തനം നടക്കണമെങ്കിൽ 2% മാത്രമാണോ ഈ രാജ്യത്ത് ക്രിസ്ത്യാനികൾ ഉണ്ടാകാൻ സാധിക്കുക? എത്ര ശതമാനം അവർ വർദ്ധിച്ചിട്ടുണ്ട് നമ്മൾ പരിശോധിക്കട്ടെ. അവരുടെ ജനസംഖ്യ ആനുപാതികമായി വർദ്ധിച്ചിട്ടുണ്ടോ? വർദ്ധിച്ചില്ല. ഇപ്പോഴും പിറകോട്ട് പോവുകയാണ് ക്രിസ്തീയ മതവിശ്വാസികൾ. ഈ രാജ്യത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ അവർ പിറകോട്ടാണ് എന്നുള്ളത് വസ്തുതയാണ്. എന്നിട്ടാണ് അവരെ ഈ രൂപത്തിലേക്ക് ആക്ഷേപിക്കുന്നത്. പിന്നെ മതപരിവർത്തനം നടത്തുന്നു എന്ന് പറയും. എങ്ങനെയാണ് ആളുകൾ അത്തരത്തിൽ മതത്തിലേക്ക് പോകുന്നതെന്ന് കൂടി ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന ഹിന്ദുക്കളെ ഐക്യം പറയുന്ന ആളാണല്ലോ. ഈ ഹിന്ദു ഐക്യം എന്ന് പറയുന്ന ആളുകൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരെ പറ്റിക്കാനാണ് ഈ ഹിന്ദു ഐക്യമൊക്കെ പറയുന്നത്? നിങ്ങൾ ദളിതനായ ഒരാളെ, നിങ്ങൾ നമ്പൂതിരിയായ ഒരാൾ കല്യാണം കഴിപ്പിക്കാനുള്ള ഒരു വിപ്ലവകരമായ തീരുമാനം നിങ്ങൾ ഹിന്ദു ഐക്യവേദി എടുക്കോ? ഈ രാജ്യത്ത്, ഈ നാട്ടിൽ എടുക്കാൻ പറ്റുമോ? സവർണനും അവർണനും തമ്മിൽ ഒന്നിച്ച് വിവാഹം കഴിക്കാം, ഒരേ രൂപത്തിലുള്ള വിവാഹ ബന്ധം നടത്താം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഹിന്ദു ഐക്യം പറയണം. നിങ്ങൾ പറയുന്നത് ഹിന്ദു ഐക്യം ഏതാ? ഈ വിവാഹത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ കുടുംബപരമായ ബന്ധത്തിൽ നിങ്ങൾ ഈ ഐക്യം പറയുന്നുണ്ടോ? ഇവിടെ ജാതിയില്ല എന്ന് പറയുന്നുണ്ടോ? ജാതി മേൽക്കോയ്മ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? ദളിതന് ദളിതനായും അതോട് സവർണനായും നിങ്ങൾ കാണുന്നില്ലേ? അങ്ങനെയുള്ള ഒരു ദളിതനും സവർണനുമില്ലാത്തൊരു ഒരു സംസ്കാരമായി ഈ നാട്ടിനെ കൊണ്ടുപോകാൻ ഹിന്ദു ഐക്യവേദി, ഹിന്ദു ഐക്യല്ലേ? നിങ്ങൾ ആരെ പറ്റിക്കാനാണ്? നിങ്ങൾ ഈ ഹിന്ദുക്കളെ തന്നെ അപമാനിക്കാൻ, ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികളുടെ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത വർഗീയത പറയുന്ന ആളുകളാണ് നിങ്ങൾ. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ സാധിക്കുക? ഇവിടെ ക്രിസ്ത്യാനികൾക്കെതിരായി യുദ്ധം പ്രഖ്യാപിക്കുക, മുസ്ലിങ്ങൾക്കെതിരായി യുദ്ധം പ്രഖ്യാപിക്കുക, അതിൻ്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഈ കേരളത്തിൽ മാത്രം നിങ്ങൾ വെള്ളപൂശാണ്. വിഷം പുരട്ടിയ കേക്കുമായി പോകുന്ന കംസന്മാരാണ് ഇവിടെയുള്ള BJP നേതാക്കന്മാർ. ഇത് BJPക്കാർ അറിയില്ലേ? കേരളത്തിലെ BJPക്കാരുടെ നിലപാടല്ലേ? ആ കേസരി BJPക്കാർ തള്ളിപ്പറയോ? RSSന്റെ മുഖപത്രത്തെ തള്ളിപ്പറയോ? ഈ പറയുന്ന എഴുത്തുകാരനായിട്ടുള്ള ഈ ഹിന്ദു ഐക്യവേദി നേതാവിനെ BJP നേതൃത്വം തള്ളിപ്പറയോ? ഇവരൊക്കെ നിങ്ങളൊക്കെ ഒന്നല്ലേ? സംഘപരിവാർ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ചേർന്നതല്ലേ? ബജറംഗദളും അതോടൊപ്പം തന്നെ രാജ്യത്തെ 91 വരുന്ന ഇത്തരത്തിലുള്ള പല സംഘടനകളുണ്ട്. അതിൻ്റെ എല്ലാം ഒരു കോൺഫെഡറേഷനല്ലേ സംഘപരിവാരം. അതിനകത്ത് BJP പെടൂലേ? എന്തായാലും ഇക്കാര്യത്തിലൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കേരളത്തിലെ BJP നേതൃത്വം എന്ത് മറുപടി പറയും എന്ന് കൂടി ശ്രദ്ധേയമായി ഉറ്റുനോക്കുകയാണ്. കാരണം കേരളത്തിലെ BJP നേതൃത്വം സമീപകാലത്തെല്ലാം തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായി വലിയ ബന്ധത്തോടെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് എന്തായാലും മതപരിവർത്തന വിഷയത്തിൽ ഒരു ഹിന്ദു ഐക്യവേദി എടുത്ത നിലപാട് തിരിച്ചറിയണം. ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളാണ് ഇവരെന്ന് തിരിച്ചറിയണം ഇവിടുത്തെ ക്രിസ്ത്യ മതവിശ്വാസികൾ. ഞാൻ ഉപയോഗിക്കുന്നില്ല. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. റിജിൽ മാക്കുറ്റി വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തത്. എന്തായാലും ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജു എഴുതിയ ഈ ലേഖനത്തിലെ പരാമർശങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ BJPയുടെ മറുപടി കൂടി കാണേണ്ടതുണ്ട്. കാരണം ഈ മതപരിവർത്തനം ഈ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരോധിക്കണം എന്ന നിലപാട് BJPക്കുണ്ടോ, അല്ലെങ്കിൽ ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരോട് അല്ലെങ്കിൽ ഇതര മതത്തോട് ഏത് സമീപനമാണ് BJP സ്വീകരിക്കുക എന്നതുകൂടി അടുത്ത തെരഞ്ഞെടുപ്പ് ഒക്കെ വരുന്ന കാലയളവാണ്. എന്തായാലും BJPയുടെ നിലപാട് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുമുണ്ട്. BJPയുടെ മറുപടി വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ചർച്ച പൂർണ്ണമാകുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് മടങ്ങിയത്.